നമസ്കാരം. അങ്ങനെ അധിക നാളായി പ്രതികരണമൊന്നും ഇല്ലാതെ ഒതുങ്ങിയിരിക്കുകയാണ്. പ്രതികരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഇവിടെ ഒരു പത്രത്തിൽ അടുത്ത കാലത്തായി വന്ന ഒന്ന് രണ്ട് വാർത്തകൾ. ഒന്ന്, പ്രമുഖ നടിയെ, പ്രമുഖ നിർമ്മാതാവ്, പ്രമുഖ വ്യവസായി, പ്രമുഖ സംവിധായകൻ, പ്രമുഖ ഫാൻ അസോസിയേഷൻ, അങ്ങനെ ആൾക്കാർ ഇടപെട്ടൊരു സംഭവം. രണ്ടാമത്തേത്, ഒരു അച്ഛനാൽ 16 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി നാട്ടിൽ പീഡിപ്പിക്കപ്പെട്ട് അമ്മയായ വാർത്ത. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എഴുതി തയ്യാറാക്കി കൂടി വായിക്കേണ്ടി വരും. അതുകൊണ്ട് പറയുകയാണ്. സൗമ്യ അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായി മരണപ്പെട്ടു. മാധ്യമങ്ങളാണ് ആദ്യം പൊട്ടിക്കരഞ്ഞത്. പിന്നെ വായിച്ചും കണ്ടും കേട്ടും നമ്മളും പൊട്ടിക്കരഞ്ഞു. തേക്ക് മാഞ്ചിയം തട്ടിപ്പ് പരസ്യങ്ങളിലൂടെ വളർത്തി ജനങ്ങളെ പറ്റിച്ച പത്രമുത്തശ്ശിമാർ നമ്മുടെ കണ്ണീരുണങ്ങും മുമ്പ് നിസാം സെക്യൂരിറ്റിക്കാരനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ വാർത്തയുമായിട്ട് വന്നു. നമ്മൾ വീണ്ടും കരഞ്ഞു. കരച്ചിൽ മാറി വരുമ്പോൾ ജിഷയുടെ അതിക്രൂരമായ കൊലപാതകം നടന്നു. വൈകുന്നേരത്തിന് മുമ്പ് ജഡം കത്തിച്ചു കളഞ്ഞ പോലീസുകാരും എവിടെയോ നിന്ന് ആരെയോ രക്ഷിക്കാൻ കൊണ്ടുവന്ന പ്രതിയും നമ്മെ വീണ്ടും കരയിപ്പിച്ചു. ഒരു വിഷയം കൊണ്ടുവരിക, ജനങ്ങളെ ഇളക്കുക, പ്രതി നോട്ട് കെട്ട് കാട്ടുക, പതിയെ വാർത്ത മുക്കുക, ഇതൊന്നും അസാധാരണമല്ല. അതിനിടയിലൂടെ പ്രമുഖ നടിയുടെ ആ പ്രശ്നവും പോകും. ഇവിടെ പുതിയൊരു വാർത്ത എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളമെന്ന് കേട്ടാൽ ചോര തിളപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. പേരാവൂർ നീണ്ടുനോക്കിയിൽ 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ വൈദികൻ, പോലീസ് പതുപോലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. അയാളെ വലിയ വലിയ ആൾക്കാർ കുടുക്കും എന്നൊക്കെയാണ് പോലീസിന്റെ വീരവാദം. ഇവിടെ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട പോലീസുകാരാ, ഈ സിസ്റ്റർ അഭയ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ പോലെ കാശിനും വൈനടിക്കാനും സുഖലോലുപതയിൽ VIP-കളുമായിട്ട് വിലസാനും മന്ത്രിയെയും MLA-യും എല്ലാം വാടകയ്ക്കെടുത്ത് വശത്താക്കി കാടും മേടും പമ്പാതീരവും ഒക്കെ സ്വന്തമാക്കാനായിരുന്നില്ല പണ്ട് വൈദികരുണ്ടായിരുന്നു. അവരെ ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു എല്ലാവർക്കും. അച്ഛനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും. അത്രയ്ക്ക് അച്ഛൻ പറയുന്ന വാക്കിന് അപ്പുറമില്ല. ഇപ്പൊ എടോ അച്ഛാന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ, വിലക്ക് മേടിച്ചിരിക്കുക ആ സ്റ്റാച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ നിഷ്കളങ്കയായ ഒരു കുട്ടിയായിരുന്നു സിസ്റ്റർ അഭയ. അവരെന്താണ് തെറ്റ് ചെയ്തത്? അവർ രാവിലെ വെള്ളം കുടിക്കാൻ അവരുടെ ആശ്രമത്തിലെ അടുക്കളയിൽ ചെന്നപ്പോൾ സീനിയറിൽ സീനിയറായ അസാധ്യ ഹോൾഡുള്ള രണ്ട് കള്ളൻ അച്ഛന്മാരും ഒരു വശപ്പശക കന്യാസ്ത്രീയും കൂടി അവിടെ വശപ്പശക രീതിയിൽ നിൽക്കുന്നത് കാണാനിടയായി. ആ ഒരു കുറ്റം മാത്രമേ അവർ ചെയ്തുള്ളൂ. അവരെ കൊന്ന് കിണറ്റിലെറിഞ്ഞു. പോലീസുകാരൻ ആദ്യം അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ചുകാരൻ പിന്നെ അത് കുളമാക്കി, CBI-കാരൻ വന്ന് മറ്റേ ഖടാഖടിയന്മാരൊക്കെ വന്ന് മറ്റേ മുറുക്കി കൈയൊക്കെ പുറകെ കെട്ടി വന്നു നിന്നു. ആ വഴി പോയി. ഒന്നും സംഭവിച്ചില്ല. അച്ഛന്മാരിപ്പോൾ അമേരിക്കയിലെങ്ങാണ്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഉടനെ നടപടിയെടുക്കും, അങ്ങ് ചെയ്തുകളെയും പിടിച്ചുകളെയും എന്നൊക്കെ പോലീസുകാർ പറയുമ്പോണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ വിശ്വസിക്കുമായിരുന്നു, ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ മാർപ്പാപ്പ, നമ്മുടെ പാവം നല്ലൊരു മാർപ്പാപ്പയാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹമാണെങ്കിൽ ഇവനൊക്കെ വേണ്ടി മാപ്പ് പറഞ്ഞ് ഒരു ലെവനായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. മേലാളന്മാർ ഇടപെട്ട് ആ പാവം പെൺകുട്ടിയെ കൊണ്ട് സ്വന്തം അച്ഛനാണ് ഗർഭിണിയാക്കിയതെന്ന് വരെ പറയിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വന്നു. നമ്മുടെ നാട്ടില് ഒരു പെൺകുട്ടിയെ ഒരച്ഛൻ, കുമ്പസാര കൂട്ടിൽ നിന്ന് രഹസ്യങ്ങൾ കേൾക്കുന്ന ഒരച്ഛൻ ഒരു പെൺകുട്ടിയെ, പല പെൺകുട്ടികളെ അങ്ങനെ ചീത്തയാക്കിയിട്ട് അവൻ ആ രഹസ്യം, ആ കുട്ടി ഗർഭിണിയായി ഒരു കുഞ്ഞിനെ, ഈ വൃത്തിയിട്ടവന്റെ കൊച്ചിനെ പ്രസവിക്കേണ്ട ഗതികേട് വന്നിട്ട് അത് പുറത്തറിയുമ്പോൾ സഭയുടെ ആൾക്കാർ വന്ന് ഈ കുട്ടിയുടെ വീട്ടിൽ പറയുകയാണ്, നിങ്ങളുടെ അച്ഛനാണ് ചീത്തയാക്കിയതും ഗർഭിണിയാക്കിയതും എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞ ആ കുട്ടി അത് ഏറ്റു പറയേണ്ട ഒരു ഗതികേട് വരുന്ന ആ ഒരു നാട്. മഴ പെയ്യുമോ എൻ്റെ പൊന്നു സ്നേഹിതരെ? വരണ്ട് മരുഭൂമിയായിട്ട് മാറില്ലേ? കത്തണ്ടേ? വിണ്ട് കീറണ്ടേ ആ മണ്ണ്? വിവരം പുറത്തായതോടെ അച്ഛൻ ഒളിവിൽ പോയി. വികാരജീവിയാണല്ലോ വികാരി. ഒളിവിൽ പോയി. മാനന്തവാടി രൂപത വൈദിക വൃത്തിയെന്ന് അങ്ങനെ നീക്കി. നല്ല കാര്യം. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. വികാരി എന്ന് പറയുന്നത് വികാരജീവി ആയിരിക്കും. ഇനി അങ്ങോട്ട് ഇവരെ ഒന്നും കല്യാണം കഴിക്കരുത് നിന്ന് വിലക്കാൻ പാടില്ല. ഇവനൊന്നും കൺട്രോൾ ചെയ്യാൻ വയ്യ. ഇവനെല്ലാം കെട്ടിച്ചു വിടണം. പണ്ട് നമ്മുടെ കുടുംബത്തിലെ ഉഴപ്പനായിട്ട് ചീട്ടും കളിച്ച് ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്നവന്മാരെ എന്താ ചെയ്യുക? വീട്ടിലെ കെട്ടിച്ചു വിട്ടാൽ അവൻ നന്നാവും. പാവം പെണ്ണിന്റെ കാര്യം ആലോചിക്കുക, വെറും മൃഗമായിട്ട് മാറുകയാണ്. ഒരു കാണ്ടാമൃഗത്തിനെ കെട്ടിച്ചു വിട്ടാൽ അവൻ നന്നാവുമെന്നും പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടിയുടെ അടുത്ത് കെട്ടിച്ചു വിടുകയാണ് പണ്ട് നമ്മൾ ചെയ്യുക. എന്ന് പറഞ്ഞ പോലെ ഇവനെല്ലാം കെട്ടിച്ചു വിടണം. വല്ല അതിക്രൂരയായിട്ടൊക്കെ ഇതുപോലെ തന്നെയുള്ള സ്വഭാവമുള്ള ചേർന്നങ്ങ് പോട്ടെ.
അവരെ അങ്ങ് ശരിയായിക്കോളും. ഇല്ലെങ്കിൽ നാട്ടുകാർക്കാണ് പണി. കുറെ നാൾ കഴിഞ്ഞാൽ ഈ ഇടവച്ചാൽ നല്ല അവസാനം പിന്നെ വേറെ വല്ല അച്ഛനായിരിക്കും വിളിക്കുന്നത്. അപ്പോ പണ്ട് ഗുണ്ടാ സ്വഭാവമൊക്കെ നടക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്ത പോലെ ഈ അച്ഛന്മാരൊന്നും ഇനിയിപ്പം ബ്രഹ്മചാരികളൊന്നും ഈ ലോകത്തില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം സ്വാമിയും ഇല്ല, അച്ഛനും ഇല്ല, ഒന്നുമില്ല, എല്ലാം കണക്കാം. അപ്പോ ആർക്കും ചോദിക്കാനും ഒന്നും പറയാനൊന്നും പറ്റാത്ത ഒരു സ്ഥലമാണല്ലോ ഈ ആത്മീയം. കാരണം വെച്ചാല് എല്ലാ ഇടത്തിൽപ്പെട്ടവരും കൈയിട്ട് വാരുകയും ഈ ഉത്തരം വിട്ടത് കാണിക്കുകയും ചെയ്താലും ശരി, മിണ്ടാൻ പറ്റില്ല, ഇടപെടും. അപ്പോൾ ഈ വരുമാനം എങ്ങനെ ഇവർക്കെല്ലാം വരുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു, ഇതൊന്നും അറിയാൻ പാടില്ല. പള്ളി മേടലയും അവിടെ ഇവിടെ എല്ലാം എന്തൊരു സൽക്കാരങ്ങളും ബഹളവും എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ഭക്തിയുടെ പേരിൽ, ഒന്നും ചോദിക്കാൻ പാടില്ല. ഇത് നിലവിലുള്ള ആത്മീയങ്ങളുടെ മിക്കതിന്റെ കഥ ഇതാണ്. പക്ഷെ പറഞ്ഞാൽ വിലക്കും. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് ഈ പോലീസുകാരൻ പറഞ്ഞല്ലോ ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന്. പ്രമുഖ നടിയെ ഉപദ്രവിച്ചൊരു വാർത്ത നമ്മൾ വന്നല്ലോ. പോലീസിലെ വലിയ യമാൻ അന്ന് രാത്രി തന്നെ വീട്ടിൽ പോയി സമാധാനിപ്പിച്ചു. പിന്നെ മന്ത്രിയും പ്രതിപക്ഷവും അമ്മയും മഹിളാമണികളും ഡബ്ബിംഗ് കലാകാരിയും നടി വാര്യരും നടി ഷീലയും യുവ സിനിമാ ദമ്പതികളും എല്ലാം വെങ്ങിക്കരഞ്ഞു, ആവേശഭരിതരായി, വികാര വിക്ഷുബ്ധരായി. അതിപ്പോ ഒതുക്കി. ഈ 16 വയസ്സുള്ള ഈ ഒരു കൊച്ചു പെൺകുട്ടി ആരും സഹായിക്കാനില്ലാതെ ഭക്തിയുടെ പേരിൽ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട്, അല്ലെങ്കിൽ എല്ലാ വീടുകളെയും പോലെ നമ്മൾ ദൈവത്തിന് ചെന്ന് കണ്ടാൽ ദൈവം എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് നമ്മൾ പോയി കാണുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ പ്രതിനിധി എന്ന് പറയുന്ന ഇവൻ ആ കുട്ടിയെ ചീത്തയാക്കി, നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടവൻ ചീത്തയാക്കി, വഴിപിഴപ്പിച്ചു, ഗർഭിണിയാക്കി, പ്രസവിപ്പിച്ചു, കുട്ടിയുടെ അമ്മയാക്കി. 16-ാമത്തെ വയസ്സിൽ ആ ഒരു ഭാരതീയ പെൺകുട്ടിയുടെ ഭാവി തൊലഞ്ഞു. ഏത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പോയി? ഏത് സുഗതകുമാരിയാണ് പ്രസംഗിച്ചത്? ഏത് മഹിളാമണികളാണ് അവിടെ ചെന്നത്? ഏത് നവയുഗ ദമ്പതികളും ഒരുപാടുണ്ടല്ലോ ആൾക്കാര്, പീഡനം അല്ലെങ്കിൽ അവകാശം, അസഹിഷ്ണുത, കമൽ, മറ്റത് മറിച്ചത്. ആരാണ് ഇതിനെതിരെ പ്രതികരിച്ചത്? ആരെങ്കിലും ഒരു ഹർത്താൽ നടത്തിയോ? ആരെങ്കിലും പ്രതിഷേധ ജാഥ നടത്തിയോ? ആരെങ്കിലും കടയടച്ചിട്ടോ? ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മനുഷ്യത്വപരമായ ഒരു കാര്യം ആ കുട്ടിക്ക് വേണ്ടി ചെയ്തോ? ഒരാൾ മരിച്ചിട്ട് മന്ത്രി വീട്ടിൽ പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ വീട്ടിൽ ആരെങ്കിലും ചെല്ലുമോ? ഈ കുട്ടിയുടെ പേരൊന്നും പിന്നെ പ്രമുഖ അല്ലാത്തോണ്ട് പിന്നെ പേരും കാര്യങ്ങളും എല്ലാം നാളെ എല്ലാം അങ്ങ് പുറത്തു വരില്ല. പ്രമുഖ ആണെങ്കിലല്ലേ ഉള്ളൂ മിണ്ട് പേടി. ഇതിന് ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ. ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. 16 വയസ്സേ അമ്മയായി. ആരുണ്ട്? നാണമുണ്ടോ നമുക്ക്? നാണം, നട്ടല്ലുണ്ടോ? ഇതുപോലെയൊക്കെ പറയാന്നല്ലാതെ എന്ത് ചെയ്യാനാ? അവിടെ വന്ന് അവനെ അടിക്കണം എന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എത്രണ്ണത്തിനെ അടിക്കും? കഷ്ടമാണ് എന്റെ പൊന്നു സ്നേഹിതരെ. അപ്പോൾ ആ വൃത്തിയിട്ടവനെ ഒരു കുഞ്ഞിനെയും കൂടി സമ്മാനിച്ച് നിൽക്കുകയാണ്. പ്രതികരിക്കാൻ ആരുമില്ല. അവസരവാദികളായ സാംസ്കാരിക നായകരും കലാകാരികളും കഥാകാരും ഒരുത്തനും അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി എല്ലാം പുരസ്കാരം തിരിച്ചു കൊടുക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരുത്തൻ പോലും ഈ ഒരു പെൺകുഞ്ഞിന്റെ കാര്യത്തിൽ ഇല്ല എന്ന ഒരു ദുഃഖവും നാണക്കേടും ഒരു വിഷമവും മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.